മനുഷ്യൻ അടിസ്ഥാനപരമായി മുഅ്മിനാണ്, മുഅ്മിൻ അടിസ്ഥാനപരമായി സ്വാലിഹാണ്. എല്ലാ മുഅ്മിനീങ്ങളും അടിസ്ഥാനപരമായി സ്വാലിഹാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ സ്വാലിഹാണ് എന്ന് വിലയിരുത്താൻ ഒരു തെളിവ് ആവശ്യമില്ല. അതേ സമയത്ത് അയാൾ സ്വാലിഹല്ല എന്ന് പറയാൻ ചെറിയ തെളിവൊന്നും മതിയാവില്ല. അതിന് വലിയ തെളിവുകളുടെ കൂമ്പാരുണ്ടായാലും പറയുമ്പോൾ ഒന്ന് ഭയപ്പെടേണ്ടി വരും തന്നെ. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം പഠിപ്പിക്കുന്ന സന്ദേശം അതാണ്. ജീവിതത്തിൽ ഒന്നിനെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും. ജീവിതത്തിൽ ഒരു വസ്തുവിനെയും ഒരാളെയും ഇൻസൾട്ട് ചെയ്യാതിരിക്കുക. പിരാന്തനെ പിരാന്ത എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവൻ ഓൻ്റെ നന്മ തിന്മ എഴുതിയ കിതാബും കെട്ടേറ്റ് ഹിസാബിന് വരിക്കുമ്പോൾ പിരാന്തൻ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിലാണ് പോകും. മനസ്സിലായില്ല? മനുഷ്യന്മാരെ പിരാന്തൻ അനുഭവിക്കുന്ന രണ്ട് സുഖമുണ്ട്. ഇന്നിപ്പോൾ പിരാന്തന്മാരെ പറ്റിയിട്ട് വയലറിയാന്നാണ് തോന്നണേ. ഞാനിങ്ങനെ ഈ തെക്ക് ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പോൾ പണ്ടൊക്കെ ഔത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് കൊടുന്നേരും, എന്നിട്ട് നമുക്ക് തിന്നും, അങ്ങനെയല്ലോ. ഇപ്പോൾ പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് വാങ്ങിയാണ്ട് നമ്മൾ ഔത്ത് പോയിരുന്നു കഴിക്കണം. അങ്ങനെയാണ് പുതിയ പരിപാടി, അങ്ങനെയാണ്. അപ്പോൾ തെക്കുന്ന് ഇങ്ങനെ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അപ്പം അങ്ങനെ എന്തോ ചായയും എന്തോ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പിരാന്തം വന്നിട്ട് ക്യാഷിലിരിക്കുന്ന ആളങ്ങനെ കുറേ നേരം നോക്കി ഇങ്ങനെ നിന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തേലും തിന്നാൻ കിട്ടാനാണ് വന്നതെന്ന് മനസ്സിലായി. ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൽ കുറച്ച് ഭക്ഷണം, അതിൽ തന്നെ കറിയൊക്കെ ഒഴിച്ചിട്ട് കൂട്ടാനൊക്കെ വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഈ കാഷ്യർ, അത് മുതലാളിയാണെന്ന് എനിക്ക് തോന്നുന്നത്, മുതലാളി കൊണ്ടേ കൊടുത്തു. അപ്പോൾ ആ പിരാന്തൻ അതേറ്റ് പോയിട്ട് ഒരു മതിലിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് അത് മുഴുവൻ തിന്ന് ആ പാത്രം ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് അതേറ്റ് ഇങ്ങനെ നടന്നു. അപ്പം ഞാൻ ഇതിങ്ങനെ നോക്കി, എന്താ ഇപ്പോൾ ഇയാളീ കാട്ടണേ? എനിക്ക് ഈ പിരാന്തന്മാരെ നോക്കണ പണിയുണ്ട്, അല്ല അതുകൊണ്ടല്ല ഇപ്പോൾ ഈ നടക്കണേ, വയത് നടക്കണേ. അപ്പം അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ഇതിങ്ങനെ ഇയാളിപ്പോൾ എന്താ ഈ കാട്ടണേന്ന് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു. കുറേ നേരം ഇങ്ങനെ നടന്നിട്ട് അവസാനം ഒരു മരത്തിൻ്റെ ചോട്ടിൽ വലിയൊരു വേസ്റ്റിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടുപോയിട്ടു. ബുദ്ധി ഉണ്ട് എന്ന് പറഞ്ഞ ചങ്ങായി തിന്നോടത്തുനിന്ന് പാത്രം എടുക്കാതെ നീച്ചു പോയിട്ടുണ്ട്. ആർക്കാ ശരിക്കും പിരാന്ത്? അയാൾക്കാ ഞമ്മക്കാ ഒറിജിനലായിട്ട് പിരാന്തുള്ള? ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഈ പിരാന്തിന് കുറേ മക്കാമുണ്ട്. അതായത് എപ്പോഴും പിരാന്ത്, അങ്ങനെ ഒന്നുണ്ട്. എപ്പോഴും പിരാന്ത്, അങ്ങനെ ചില ആൾക്കാരുണ്ട്. ചില സമയത്ത് മാത്രം പിരാന്തുള്ളവരുണ്ട്, എപ്പോഴും ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരുണ്ട്. ചില വിഷയത്തിൽ മാത്രം ഭ്രാന്തുള്ളവരുണ്ട്, എല്ലാ വിഷയത്തിലും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ട്. ചില വിഷയത്തിൽ ചിലപ്പോൾ ഭ്രാന്തുണ്ട്, അതിൽ തന്നെ എപ്പോഴും ഭ്രാന്തില്ല, അങ്ങനത്തെവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഒരു മനുഷ്യനെയും നമ്മുടെ മാനദണ്ഡങ്ങളെ കൊണ്ട് മാർക്കിടരുത്. നമുക്ക് ചില മാനദണ്ഡം ഉണ്ടാവും, വെച്ചിട്ട് മാർക്കിടാൻ പറ്റില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മാർക്കിടേണ്ടത് 8ാം ക്ലാസ്സിൻ്റെ മാനദണ്ഡം വെച്ചാണ്, അല്ലാതെ ഡിഗ്രിയുടെ മാനദണ്ഡം വെച്ചല്ല. പേപ്പർ നോക്കുന്ന ആൾ ഡിഗ്രിക്കാരനായിട്ട് അയാളെ മാനദണ്ഡത്തിൽ മാർക്കിടാൻ പറ്റുമോ? പറ്റൂല. പിന്നെയോ 8ാം ക്ലാസ് കുട്ടിക്ക് 8ാം ക്ലാസ്സിൻ്റെ മാനദണ്ഡത്തിലേ മാർക്കിടാവും. ഇവിടെ എന്താ നടക്കണ വെച്ചാൽ നമ്മളെ മാനദണ്ഡത്തിൽ വേറുള്ളവർക്ക് മാർക്കിടാൻ. അങ്ങനെ പോകുമ്പോൾ എല്ലാവരും നരകത്തേക്കുള്ളവരെ കാരണം സ്വർഗത്തേക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എല്ലാവരും നരകത്തേക്ക് പോകാനുള്ള കാരണം നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. ഓരോരുത്തരും എടുത്ത് ആലോചിച്ചാൽ മതി. കുഞ്ഞായ്മേനെടുത്ത് നോക്കിയാൽ കുഞ്ഞായ്മ എന്തായാലും നരകത്തിലാവും, ഉമ്മാനെ ചീത്തറിഞ്ഞു പോകണം. പിന്നെ അബ്ദുറഹ്മാൻ എടുത്ത് നോക്കിയാൽ അബ്ദുറഹ്മാൻ്റെ കഥ എടുക്കാമല്ലോ, അറബിനെ പറ്റിച്ച് ചാടിയതാണ്. ഇങ്ങനെ എല്ലാവരും നരകത്തിലേക്ക് കാരണം സ്വർഗത്തിലാകെ നമ്മൾ മാത്രമാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മളെന്ത് ചെയ്തു വെച്ചാൽ നമ്മുടെ മാനദണ്ഡത്തിൽ മറ്റൊരാൾക്ക് മാർക്ക് കിട്ടും. നമ്മളിങ്ങനെ പള്ളിക്ക് നിസ്കരിക്കുകയാണ്, ളുഹർ നിസ്കാരം. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് കൂടെ ഒരാൾ ഇങ്ങനെയാണ് നടന്നു പോയെന്ന് വിചാരിക്കുക. പള്ളിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ ഒരാൾ നടന്നുപോയി. എന്നാൽ ശരിയായ ഒരാൾ വിചാരിക്കേണ്ടത് ആൾക്ക് കക്കൂസ്കോ മുട്ടിയിട്ടേക്കാരം എന്നാണ്. ഇതാണ് മറ്റുള്ളവരെ കുറിച്ച് നല്ല വിചാരം എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്യാവശ്യമായിട്ട് കക്കൂസ്കോ ഉണ്ടാവും, അതുകൊണ്ട് പോയതേക്കാരം എന്നാണ്. അതേ നേരത്ത് പിറ്റേന്നും ളുഹർ നിസ്കാരം നടക്കുമ്പോൾ അയാൾ പോകുന്നുണ്ട്. ഇന്നെന്താ വിചാരിക്കേണ്ടത്? ഇന്നലെ മുട്ടിയ സമയത്ത് ഇന്നും മുട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്നാണ്. ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ പറ്റി നല്ല വിചാരം ഉണ്ടാകുക. മറ്റേത് എല്ലാവരും നരകത്തിലേക്കാരം, നമ്മൾ മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ. അതിനിപ്പോൾ ഇത്ര വലിയ സ്വർഗം ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും പോകാനുള്ള സ്വർഗം വലുതാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ വളരെ കുടുസായി ചിന്തിക്കരുത്. എന്താ പറയാൻ കാരണം എന്താ പറയുക,
പിരാന്തനെ പിരാന്ത എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആള് ഓൻ്റെ ഹിസാബിനുള്ള കിതാബും കെട്ടേറ്റ് വെയിലത്ത് വരിക്കുമ്പോൾ പിരാന്തൻ ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. ജീവിതത്തിൽ ഒരുപാട് പിരാന്തന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഒരു പിരാന്തനെ കണ്ടപ്പോൾ പടച്ചോനെ ഹിസാബില്ലാതെ സ്വർഗത്ത് പോണ ഒരു മനുഷ്യനാണല്ലോ ആ പോണതെന്ന് നമുക്ക് തോന്നിയില്ല എന്നുള്ളതാണ് നമ്മളെ പരാജയം. അപ്പോൾ അവന് 2 ഗുണങ്ങൾ, ഒന്ന് ടെൻഷനില്ല, 2 പേടിയില്ല. ഈ 2 ഗുണമാണ് ഔലിയാക്കൾക്കുള്ളത്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം പേടിയില്ല, വലാ ഹും യഹ്സനൂൻ അവർക്ക് ടെൻഷനുമില്ല. അപ്പോൾ പേടിയും ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ 2 വഴിയേ ഉള്ളൂ. ഒന്നുകിൽ വലിയാകണം, അല്ലെങ്കിൽ പിരാന്തനാകണം. 2 വഴിയാണുള്ളത്. ഒന്നുകിൽ പിരാന്തനാവുക, അല്ലെങ്കിൽ വലിയാവുക എന്നതാണ്. പിരാന്തനാവാൻ പരിശ്രമിക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് വലിയാകാൻ പരിശ്രമിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ആഗ്രഹമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ആഗ്രഹമാണ്. അതുകൊണ്ട് ആഗ്രഹമുണ്ടാക്കാനാണ് ഞാൻ ഇങ്ങനെ സ്വാലിഹീങ്ങളുടെ കഥ പറയണത്. ഞാൻ കരുവാരക്കുണ്ടിനടുത്ത് ജാമിയ ഹസനിയ എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. നല്ലൊരു കോളേജാണ്, ജാമിയൻ്റെ ജൂനിയർ കോളേജാണ്, നല്ലൊരു കോളേജ്. അലി ഹസൻ മൊലിയർ എന്ന് പറഞ്ഞൊരാളുടെ നാമധേയത്തിൽ ഉണ്ടാക്കിയതാണ് ആ കോളേജ്. അതുകൊണ്ടാണ് ഹസനിയ എന്ന് പേര് കിട്ടിയത്. അലി ഹസൻ മൊലിയരെ ഖബർ ആ പള്ളിയുടെ മുമ്പിലാണ്. നമ്മളെ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ പ്രിൻസിപ്പളായിരുന്ന KK അബ്ദുൽ ഉസ്താദിൻ്റെയൊക്കെ ഖബർ അതിൻ്റെ അടുത്താണുള്ളത്, ആ പള്ളിയിലാണുള്ളത്. അലി ഹസൻ മൊലിയരെ ഖബറുണ്ട് അവിടെ. അപ്പം അങ്ങനെ അവിടെ ഇതേമാതിരി കോളേജിൻ്റെ വാർഷികത്തിന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അലി ഹസൻ മൊലിയരെ കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അലി ഹസൻ മൊലിയർ അവിടുത്തേരനല്ല, ഒറിജിനലായിട്ട് മൂപ്പര് പാണ്ടിക്കാട്ടുകാരനാണ്. കന്നിനെ നോക്കാൻ വേണ്ടിയിട്ട് കരുവാരക്കുണ്ടിൽ വന്നിട്ട് താമസാക്കിയതാണ്, കന്നുകളെ നോക്കാൻ. മൊലിയരാണ്, പക്ഷെ കന്നിനെ നോക്കലാണ് പണി. റോഡ് സൈഡിലാണ് മൂപ്പര് കന്നുകളെ നോക്കുക. അപ്പോൾ എന്നും രാവിലെ ഒരു കുറ്റി തറച്ചിട്ട് അതിങ്ങനെ കന്നുകളെ കെട്ടിടും. രാവിലെ കന്നുകളെ കെട്ടയിച്ച് വിടുമ്പോൾ ഓരോ കന്നിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ചെവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, പിന്നെ എല്ലാവരും കൂടി ഞാൻ നോക്കിയാലെത്തൂല, അതുകൊണ്ട് ആരാൻ്റെ പറമ്പൊക്കൊന്നും പോകരുത്, റോഡ് സൈഡിലുള്ളത് എന്തെങ്കിലുമൊക്കെ തിന്നളുണ്ടോ എന്ന് ഓരോ മൂരിയുടെയും പയ്യൻ്റെയും പോത്തിൻ്റെയൊക്കെ ആടിൻ്റെയൊക്കെ ചെവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനെ കഴിച്ചുവിടും. അങ്ങനെ വൈകുന്നേരം കെട്ടിടുമ്പോഴും പറയത്തരേ, പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാൻ്റെ പറമ്പൊക്കൊന്നും പോകരുത്, എല്ലാവരും ഒന്നും ഇപ്പം എന്നെക്കൊണ്ട് നോക്കിയെത്തൂല എന്നുള്ളത്, പോയിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കണത് എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിടും. അലി ഹസൻ മൊലിയരെ കന്നുകൾ ആരാൻ്റെ പറമ്പക്ക് കടക്കന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ്. റോഡ് സൈഡിലുള്ളത് മാത്രമേ കഴിക്കുള്ളൂ, ഭക്ഷിക്കുള്ളൂ. ആണ് അലി ഹസൻ മൊലിയർ. അപ്പോൾ പിന്നെ മഹാനവറുകളുടെ മക്കാമിനോട് ചേർന്നാണ് കോളേജ് ഉള്ളത്. കോളേജിന് എത്രയാണോ ചെലവുള്ളത് അതായിരിക്കും ആ മാസം പെട്ടിയിൽ നിന്ന് കിട്ടുക. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തിനാ പറയണത്? പൂതി ഉണ്ടാവാൻ. എന്തിനാ ഇപ്പം ഞാൻ അതൊക്കെ പറഞ്ഞത്? സ്വാലിഹീങ്ങളെക്കുറിച്ച് പറയണത് അതേമാതിരി ഒന്ന് ആയി കിട്ടിയെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടാകാനാണ്. ആഗ്രഹിച്ചാൽ നേടാം, അതിനാണ്. അലി ഹസൻ മൊലിയർ അവിടെ വന്നാൽ പള്ളിൻ്റെ നേരെ മുമ്പിൽ ഒരു മില്ലുണ്ട്, മരം മില്ല്. ആ മരം മില്ല് നിൽക്കുന്ന സ്ഥലത്ത് പഴയ കാലത്തൊരു ചായപ്പീടിയായിരുന്നു ഇത്രേ. അവിടെ ഒരു ചായ കച്ചവടക്കാരുണ്ട്. അപ്പോൾ അലി ഹസൻ മൊലിയർ വന്നാൽ മൂപ്പര് എന്നും ഒരു ചായ ഫ്രീ ആയിട്ട് കൊടുക്കും. ചില സമയത്ത് അലി ഹസൻ മൊലിയർ വന്നാൽ പറയും, ഇന്ന് 3 ചായ വേണം കൂട്ടുകൂടുക അറിയും. ഒരേ മാതിരത്തെ 3 ചായ എന്നാ പറയാം, ഒരേ മാതിരി 3 ചായ വേണമെന്ന് പറയും. അങ്ങനെ 3 ചായ കൂട്ടിയിട്ട് ആർക്കപ്പം ഈ ചായ എന്ന് ചോദിക്കും, കൂട്ടുകൂടടാന്ന് പറയും. 3 ചായ കൂട്ടിയിട്ട് ഇങ്ങനെ ടേബിളും ഇങ്ങനെ വെച്ചാൽ അലി ഹസൻ മൊലിയർ ഒന്നിങ്ങനെ തെക്കോട്ട് നടക്കും കുറച്ചാണ്ട്, പിന്നെ അവിടെ നിന്ന് വന്നുകൊണ്ട് ഒന്നിങ്ങനെ വടക്കോട്ടും നടക്കും കുറച്ച്. ഈ 2 നടത്തും കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഒരു ഭാഗത്തുനിന്ന് സുലൈമാൻ മൊലിയർ വരും, ഒരു ഭാഗത്തുനിന്ന് വീരാനലി പാപ്പിയും വരും. അങ്ങനെയാണ്. സുലൈമാൻ മൊലിയർ പറഞ്ഞാൽ കോഴിക്കോട് മാങ്കാവ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുലൈമാൻ മൊലിയർ. സുലൈമാൻ മൊലിയർ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ വരും, അമ്പംകുന്ന് വീരാനലി പാപ്പ വേറെ ഭാഗത്തുനിന്നും വരും. അങ്ങനെ 3 ആളും കൂടിയും ചായ കുടിക്കും. ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. വീരാനലി പാപ്പാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വർത്തമാനം കുറവാണ്, സംസാരം വളരെ കുറവായിരിക്കും. പറയുന്നത് ഒരു 1.5 കന ഉണ്ടാവും, അങ്ങനെയാണ് വർത്തമാനം.
അല്ലാതെ നമ്മളെ മാതിരി പഞ്ചായത്ത് റേഡിയം തുറന്നു വെച്ച മാതിരി ഒന്നും ഉണ്ടാവില്ല. വർത്താനം വളരെ കുറവാണെന്നുള്ളതാണ് വീരാനൊലി പാപ്പാൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മഹാനവർകളുടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പിരിവ് വിട്ടുപോയല്ലോ പഠിച്ചോനെ അല്ലേ. അത് പിന്നെ അത് അവസാനമായാലും മതി, എന്നാൽ കുറച്ചെണ്ണം കഴിഞ്ഞോട്ടെ. ഏതായാലും ആയിക്കോട്ടെ, അള്ളാഹുവിന് ആഫിയയിലും വരട്ടെ. ഒരു യാനബി എല്ലാവരും ചൊല്ലി. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. ഒരു വരിയും കൂടി ചെല്ലട്ടോ. അറിയണവർ ചെല്ലുക, അല്ലാത്തൊരു മൂള, അങ്ങനെ പരിപാടി ഉണ്ട്. അതൊക്കെ ഇവിടെയൊക്കെ നടക്കുകയുള്ളൂ. അറിയണ ആൾക്കാർ ചെല്ലുക, അല്ലാത്തൊരു ഒപ്പം മൂളിയാൽ മതി. വഅതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക واستجارك يا حبيبي عندك الظبي نافور يا نبي سلام عليكم സ്വലവാത്തുല്ലാഹി അലൈക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. വീരാനൊലി വാപ്പാക്ക് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടായിരുന്നു. ഒന്ന്, മഹാനവർകൾ സംസാരം വളരെ കുറഞ്ഞ ഒരാളായിരുന്നു. രണ്ടാമത്, എല്ലായിടത്തുനിന്നും ഭക്ഷണം കഴിക്കൂല. എല്ലാ സ്ഥലത്ത് ചെന്നാലും ഭക്ഷണം കഴിക്കൂല. ഭക്ഷണം കഴിക്കാൻ ചില പ്രത്യേകമായ കടകൾ, ചില പ്രത്യേകമായ വീടുകൾ അങ്ങനെ ഉണ്ട്. അവിടെ എത്തിയാലും മാത്രമേ കഴിക്കുള്ളൂ. ഒരു ദിവസം എത്തിയില്ലെങ്കിൽ അന്ന് തിന്നൂല, എന്നാലും വേറൊരുത്തോളം തിന്നൂല. അത് വീരാനൊലി പാപ്പൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ ഒരുപാട് നിബന്ധനകളുണ്ട് എന്നാണ്. ഒന്ന്, സഹയ്യിൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നാണ്. സഹയ്യ് എന്ന് പറഞ്ഞാൽ ദാനശീലനാണ്. ദാനശീലൻ്റെ ഭക്ഷണമാണ് കഴിക്കേണ്ടത്. ചില സ്ഥലത്തൊക്കെ ക്ലാസ്സിന് വന്നാൽ ആൾക്കാർ പറയും ഭക്ഷണം നമ്മൾ എന്നോടത്താണ്, ഇവിടെ ആരും വന്നാലും മൂപ്പരോട് തന്നെ ഇക്കാരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലോണം തിന്നാം. കാരണം എന്താ? ആളൊരു ധർമ്മിഷ്ഠനാണ്, സഹയ്യാണ്, ദാനശീലനാണ്. സഹയ്യിൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഭക്ഷണത്തിൽ അങ്ങനെ ഒരു നോട്ടുണ്ട്. അല്ലാതെ കുടുങ്ങിയിട്ട് പള്ളിക്കത്തെ മൂലയർക്ക് ചിലവ് കൊണ്ടുവരികയാണെങ്കിൽ തിന്നാൻ പറ്റില്ല. ഇനിയിപ്പോൾ പണ്ടാറടക്കം വ്യാഴാഴ്ച പള്ളിക്കത്തെ മൂലയർക്ക് ചിലവാണ് എന്ന് പറയുകയാണെങ്കിൽ തിന്നരുത്. കാരണം അത് തിന്നാൽ പണ്ടാറടക്കും. പണ്ടാറടക്കാനല്ലേ കൊടുന്നേ, പിന്നെ അത് അങ്ങനെ മനസ്സറിഞ്ഞു കൊടുക്കണം. അപ്പോൾ അങ്ങനെ സഹയ്യ് ദാനശീലമുള്ളവരുടെ ഭക്ഷണം മാത്രമാണ് വീരാനൊലി പാപ്പ കഴിച്ചിരുന്നത് എന്നാണ് രണ്ടാമത്തെ പ്രത്യേകത. സുലൈമാൻ മൊലിയർക്ക് വേറെ പ്രത്യേകത ഉണ്ട്. മൂപ്പര് സോപ്പ് കച്ചവടക്കാരനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സുലൈമാൻ്റെ സോപ്പ് വാങ്ങിയാലും കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി. മൂപ്പർക്ക് സോപ്പ് കച്ചവടമാണ് പ്രധാനപ്പെട്ട പരിപാടി. സുലൈമാൻ മൊലിയർക്ക് വാങ്ങിയാൽ കുടുങ്ങി പറഞ്ഞത്, വാങ്ങിയാൽ എന്താ കൊടുക്കച്ചാലേ, വാങ്ങിയാൽ പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും വാങ്ങേണ്ടി വരും, അതിനെ കൊടുക്കാം. വാങ്ങിയില്ലെങ്കിലുള്ള കൊടുക്കുക എന്താ വെച്ചാൽ പിന്നെ സുലൈമാൻ അങ്ങനെ ജീവിക്കുക. അതാണ് വാങ്ങിയില്ലെങ്കിലുള്ള കൊടുക്കാം. അപ്പോൾ വാങ്ങിയാലും കുടുങ്ങി, വാങ്ങിയില്ലെങ്കിലും കുടുങ്ങി എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. മൂപ്പര പ്രധാനപ്പെട്ട പരിപാടി എന്താ വെച്ചാൽ വരുമ്പോൾ 2 കലം കൊണ്ടുവരും. അല്ലെങ്കിൽ വന്നതിൻ്റെ ശേഷം എവിടുന്നേലും വാങ്ങും 2 കലം, മണ്ണിൻ്റെ 2 കലം. എന്നിട്ട് ഒരു കലം ഇങ്ങനെ കവഴ്ത്തി വെച്ചിട്ട് വേറൊരു കലം അതിൻ്റെ മേലിട്ട് കണ്ടുകൊണ്ട് ഉടക്കും. അങ്ങനെ ഉടക്കുമ്പോൾ പറയും, നാട് പോയി കാടാവട്ടെ, കാട് പോയി നാടാവട്ടെ എന്ന് പറയും. അങ്ങനെ കല ഉടച്ച സ്ഥലത്താണ് അത്രയും കരുവാരക്കുണ്ട് ദാറുൻ നജാത്ത് ഇസ്ലാമിക് അക്കാദമി എന്ന സ്ഥാപനം പിന്നീട് ഉയർന്നു വന്നത്. അതാണ് സുലൈമാൻ മൊലിയർ എന്തിനാ പറഞ്ഞത്, ഒരു പൂതിയെങ്കിലും ഉണ്ടായി കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. പൂതി വെച്ചാൽ നടക്കാത്തൊന്നുമില്ല. പടച്ചോനെ അതേമാതിരിയൊക്കെ ഇന്നൊന്ന് ആക്കിത്തരുമോ, നിങ്ങൾക്കോ എനിക്കോ ഞമ്മക്കാർക്കെങ്കിലും ഒന്ന് പൂതി വെക്കാൻ കഴിഞ്ഞാൽ നേടാൻ പറ്റും. അതിനാണ് ഞാനത് പറയണത്. അതിനാണ് സ്വാലിഹീങ്ങളെ കുറിച്ച് പറയുന്നത്.
മുത്തഖീങ്ങളെക്കുറിച്ച് പറയുന്നത്, സജ്ജനങ്ങളെക്കുറിച്ച് പറയണത്. അപ്പോൾ പള്ളിയിൽ ദർസുണ്ട്. ഒന്ന് ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാണ്. എന്തേ കാര്യം? ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടാവാൻ കാരണം ഉമ്മ ഒന്നാമത്തെ മദ്രസയാണ്. അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല. അപ്പോൾ അതും തന്നെയാണ് മജ്ലിസുൽ ഇൽമാണ്, ഇൽമിൻ്റെ മജ്ലിസാണ്. അതന്നെയാണ് ഉമ്മാൻ്റെയും പ്രത്യേകത പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് പറഞ്ഞപ്പോൾ പിരാന്തുണ്ടായാൽ പോലും ഒഴിവാക്കൂല തുണിയെടുക്കൽ, കാരണം ഉമ്മ പഠിപ്പിച്ചതാണ് എന്നതാണ് കാരണം. മൂന്നാമത്തേത് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ ഖബറിൻ്റെയും മിംബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെ തോപ്പുകളിൽ വെച്ച ഒരു തോപ്പാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ശരിക്കും അവിടെ എന്താ ഉള്ളത് നിങ്ങൾ? മാബൈന ഖബരി വ മിംബരി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്താ നടന്നു വെച്ചാൽ മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ്. മനസ്സിലായില്ല? സുഫത്തിൻ്റെ അയലുകാർക്ക് ദർസ് നടത്തിയ മുദരിസ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മുദരിസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സ്ഥലമാണ് ഏത്? മാബൈന ഖബരി വ മിംബരി എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇതൊക്കെ മജ്ലിസുൽ ഇൽമുമായി തന്നെയാണ് ബന്ധപ്പെടുന്നത്. ദർസ് നടക്കുന്നുണ്ട് ഇവിടെ. ഇന്ന് ലോകത്ത് ഇൽമ് നിലനിർത്തിപ്പോരുന്നതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി ദർസാണ്. നാളെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ദർസുകൾ നിലനിൽക്കണം. ഒന്ന് ഇൽമിന് വേണ്ടി, മറ്റൊന്ന് പാരമ്പര്യത്തിന് വേണ്ടി. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയും ദർസ് നിലനിൽക്കണം. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ നല്ല ഒരു ദർസ് മഹാനുഭാവൻ്റെ ചാരത്ത് ഇവിടെ നടക്കുന്നു. അത്യാവശ്യം കുട്ടികളുള്ള നല്ല മനോഹരമായ ദർസ്. ഉസ്താദ് 12 വർഷമായിട്ട് ഇവിടെ തന്നെ ജോലി ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദർസിനെ മുന്നിൽ കണ്ട്, ഇൽമിൻ്റെ വഴിയെ മുന്നിൽ കണ്ട് എല്ലാവരും ബക്കറ്റിലേക്ക് കാര്യമായി സഹായിക്കണം. അതോടൊപ്പം ഇവിടെ കുട്ടികൾ കുറേ ഉള്ളതാണ്. ക്യാൻറ്റീനാണ് നടത്തിപ്പെന്ന് അറിയാൻ കഴിഞ്ഞു. വല്ല അരിയോ സാധനങ്ങളൊക്കെ ക്യാൻറ്റീനിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ബക്കറ്റായിട്ട് ആൾക്കാർ വരുമ്പോൾ അതും കൂടി ഒന്ന് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അരി ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അരി ഭക്ഷണമാണ്. അരി ഭക്ഷണം കഴിക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് പല മഹത്തുക്കളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് അരി. അപ്പോൾ പറ്റുന്നവർ ബക്കറ്റായിട്ട് വരുന്ന സമയത്ത് ദർസിൻ്റെ ചെലവിലേക്ക്, കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് അരി ഏൽക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഒരു ചാക്കോ അരച്ചാക്കോ ഒക്കെ സംഘാടകരോട് പറഞ്ഞാൽ അതര എഴുതിയെടുത്തോളും. ഇൻഷാ അള്ളാഹ് നമുക്ക് അവസാനം മഹാനുഭാവൻ്റെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്യാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന് പറയാണ്. വയത് കേൾക്കാതിരിക്കരുത്. നോട്ടെല്ലാവരും എടുത്ത് കൈ പിടിക്കുക. ബക്കറ്റിൽ വരും, പൈസ എടുത്ത് കൈ പിടിക്കുക. നോട്ടം ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് വേണ്ടത്. ആദ്യം എടുത്ത് നോക്കി കൈ പിടിച്ചോളി. അല്ല ഞാൻ ബസ്സിൻ്റെ കായ കൂടി പോന്നാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം നോക്കിയിട്ട് എടുത്ത് കൈ പിടിക്കുക. എന്നിട്ട് പിന്നെ വരുമ്പോൾ അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ അവർ സംഘാടകർ ബക്കറ്റായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാര്യമായി സഹായിക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്നാൽ തുടങ്ങിക്കോളി. ദർസക്ക് കുറച്ച് അരി കിട്ടണം കേട്ടോ നിങ്ങളെ അടുത്ത് നിന്ന്. പെണ്ണുങ്ങളൊക്കെ ഒരുപാടുണ്ട്, അപ്പുറത്തും ഉണ്ട്, കുറേ ഉണ്ട്. പല ആൾക്കാരും എന്നോട് പറഞ്ഞ് യൂട്യൂബിൽ വയത് വെക്കലുണ്ട് എന്ന്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ദർസത്തെ അരിക്ക് എന്തെങ്കിലും കൊടുക്കുക, അതുകൊണ്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് കൊടുക്കുക. ഒരു ചാക്ക് പറ്റുന്നവരങ്ങനെ കൊടുത്താളി, അല്ലെങ്കിൽ അരച്ചാക്ക് കൊടുത്താളി. ഇപ്പോൾ കൊടുക്കണ്ട. നിങ്ങൾ പേരും ഫോൺ നമ്പർ ഒറിജിനൽ അവനാൻ്റെ ഫോൺ നമ്പറും കൊടുക്കുക. എന്നാലേ വിളിച്ചാൽ കിട്ടുള്ളൂ. ആരാൻ്റെ കൊടുത്താൽ കിട്ടില്ല. നമ്മളെ വലിയ വലിയ വയത് പരിപാടിക്കൊക്കെ ചിലപ്പം പൈസ എഴുതിയിട്ട് പിന്നെ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടലില്ല എന്ന് പറഞ്ഞേക്കാം. അങ്ങനെ ആയിരുന്നേ. അവനാൻ്റെ നമ്പർ തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ കുടിക്കാരത്തിൻ്റെ കൊടുത്താലും കിട്ടും. അങ്ങനെയൊക്കെ ചെയ്യുക എല്ലാവരും. ഇൻഷാ അല്ലാഹ് ഉഷാറാക്കി. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക الصفا من لنا مثلك يا
سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ദർസക്ക് കുറച്ച് അരി വേണം, നിങ്ങളെ ഓർമ്മയിൽ വേണം. അവിടെ സംഘാടകർ ഉണ്ട്. പിന്നെ ഒന്നിങ്ങനെ നീച്ച് നടന്നാലേക്കാൾ ആൾക്കാർക്ക് അതൊരു പിടുത്തം കിട്ടുള്ളൂ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? നമുക്ക് കുറച്ച് അരി വേണ്ടേ ദർസക്ക്? അപ്പം അതിനിങ്ങനെ അവിടെ ഒരാളുണ്ട്. അങ്ങനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. പറ്റുന്നവർ നമ്പറും പേരും പറഞ്ഞാൽ പിന്നെ ഓലിങ്ങളിന്ന് ഫോണിൽ ചെയ്തിട്ട് മേടിച്ചോളും. പിന്നെ ഇപ്പോൾ ഈ പിരിവ് എനിക്ക് അത്ര അറിഞ്ഞൂടാ, അതുകൊണ്ടല്ല അതെങ്ങനെ പിരിച്ചേണ്ടതെന്ന് വലിയൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ പിരിവുള്ള പരിപാടിക്ക് ഞാൻ അങ്ങോട്ട് പോലുമില്ല. പക്ഷെ എന്നാലിപ്പോൾ ദർശമൊക്കെ കണ്ടു നോക്കുമ്പോൾ കുറച്ച് അരി കിട്ടിയാൽ തിരക്കേടില്ല എന്നൊരാഗ്രഹം എനിക്കും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാൻ അറിയുള്ളൂ, ബാക്കി നിങ്ങൾ കൊടുക്കുക. കുറച്ച് അരി എന്തായാലും കിട്ടണം ഈ അത് അവസാനമാകുമ്പോഴത്തേനും ദ്വാരക്കാൻ. അതാണ് പരിപാടി. ആ വിഷയത്തിലൊക്കെ പറയാൻ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കണം. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മദ്ഹു സ്വാലിഹീൻ, ദിക്റു സ്വാലിഹീൻ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സ്വാലിഹീങ്ങളുടെ മദ്ഹ് പറയാന്ന് പറയുമ്പോൾ രണ്ട് കാര്യമാണ്. ഒന്ന് സ്വാലിഹീങ്ങളുടെ പേര് പറയാം, രണ്ട് സ്വാലിഹീങ്ങളുടെ മനാഖിബുകൾ പറയുക, അവരുടെ ജീവിതം, അവരുടെ ജീവിതത്തിൽ അവർ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ എന്നിവ പറയാം. മഹാനായ ശൈഖുന ദർസിന് പള്ളിയിലത്തെ മൗലവിമാർക്ക്, പള്ളിയിലെ ഇമാമുമാർക്ക് പള്ളി നിർമ്മാണത്തിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു. അതുകൊണ്ടായിരിക്കും എവിടെയും ദർസില്ലെങ്കിലും ഇവിടെ ദർസും സൗകര്യങ്ങളും നിലനിന്ന് പോകുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറയുന്നത് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിന് മാതൃകയാകാൻ വേണ്ടിയാണ്. എല്ലാ കാലത്തും സ്വാലിഹീങ്ങളുണ്ടാവും. ഈ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആശിഖീങ്ങളും മുഹിബ്ബീങ്ങളും എല്ലാമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഈ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളുമായി നമുക്ക് ബന്ധം പുലർത്താൻ കഴിയണം.